അത് പലർക്കും എഫക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. സോ ഗബ്രി ആൻഡ് അൻസിബ. അപ്സരയോട് വരാൻ പറയൂ. ഷുവർ, താങ്ക് യു. ഇടവും വലവും വേദനകൾ ചിരിതൂന്നാലും പെണ്ണെ നിന്റെ കണ്ണു നോക്കി ആൾക്കാരുണ്ട്, കണ്ണു നോക്കിയാണ് വിളിക്കുന്ന ആൾക്കാർ. ബിഗ് ബോസ്. അപ്സര, എന്തോ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന 2 വ്യക്തികളുടെ പേരുകളും കാരണങ്ങളും പറയുക. ഉറപ്പായിട്ടും പവർ ടീമും ക്യാപ്റ്റനും ഒഴികെ ബാക്കി ഞാനടക്കം 11 പേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത, അല്ലെങ്കിൽ പൊതുവായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ഞാൻ വീണ്ടും അൻസിബയെ തന്നെ പറയുകയാണ്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കാരണം അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. കാരണം നമ്മൾ ഒരു പൊതുവായ ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ പൊതുവായ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴോ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നോക്കുമ്പോൾ അൻസിബ അത് ഒട്ടും പ്രകടിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അൻസിബയെ പറയുന്നു. രണ്ടാമത് ഋഷിയാണ് ഞാൻ പറയുന്നത്. കാരണം ഋഷി വന്ന സമയം മുതൽ ഇപ്പോൾ വരെയും അൻസിബയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഋഷി ഓടി വന്ന് പ്രൊട്ടക്ട് ചെയ്യും. അൻസിബയ്ക്ക് പലപ്പോഴും അൻസിബയുടെ നാവായിട്ട് മാറുന്നുണ്ട് ഋഷി ഇപ്പം വേറെ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് ഋഷിക്കൊരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഋഷി ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവൻ്റെതായിട്ടുള്ള ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുകയും അവന് വേണ്ടി മാത്രം ശബ്ദമുയർത്തുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ ബാക്കിയുള്ള നമ്മൾ 17 പേരും നമുക്ക് വേണ്ടി മാത്രം അല്ല നിൽക്കുന്നത്. കാരണം ഒരു പൊതുവായി എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ ഇടപെടണം എന്നാണ് എൻ്റെ വിശ്വാസം. അതുമാത്രമല്ല, ഇപ്പം പവർ ടീമിലിരിക്കെ ഇതിന് തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന പവർ ടീമിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഋഷി. അന്ന് ആ ടീമിനെ കുറിച്ച് അത്യാവശ്യം നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പൊതുവെ പറഞ്ഞെങ്കിലും കഴിഞ്ഞ പവർ ടീം വളരെ ലാഘവത്തോടെ അത് എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലൊരു മെമ്പറായിരുന്നു ഋഷി. അതിൽ ബാക്കിയുണ്ടായിരുന്ന മറ്റ് മെമ്പേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അവൻ്റെതായിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവരാനോ ഋഷിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കിട്ടിയ വലിയൊരു അവസരം പോലും ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോയി എന്ന രീതിയിലും ഞാൻ ഋഷിയെ പറയുന്നു. ഗബ്രിയോട് വരാൻ പറയും. ഓക്കെ ബിഗ് ബോസ്. എന്താ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഗബ്രി അടുത്ത ഞാൻ കഴിഞ്ഞ ജിൻഡോക്കാക്ക. നോമിനേറ്റ് ചെയ്യുന്ന 2 പേരുകൾ കാരണങ്ങൾ. എന്റെ ആദ്യത്തെ പേര് അൻസിബയാണ്. അൻസിബയുടെ പേര് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലതവണ ഓൾറെഡി നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാതെ എന്തോ നമ്മളെ തോട്ടിലൂടെ ഒക്കെ ഇങ്ങനെ കരിയില ഒഴുകി നടക്കുന്ന പോലെ പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനും ഇല്ലാതെ ഒരു താല്പര്യവും ഇല്ലാതെ, എന്നാൽ ഇവിടെ തന്നെ പലപ്പോഴും പറയുന്നുണ്ട് എനിക്കിത് മടുത്തു, എനിക്ക് ഗെയിം കളിക്കാൻ താല്പര്യമില്ല, എനിക്ക് അറിയില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള സ്ഥിതിക്ക് വീട്ടിൽ വെറുതെ ജീവിച്ചു പോകുന്ന ഒരു അതിഥി എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു മട്ടും ഭാവത്തോട് വളരെ ലാഘവത്തോടു കൂടി ജീവിക്കുന്ന ഒരാളാണ് അൻസിബായി വീട്ടില്. അതുപോലെ തന്നെ പറയുന്ന അഭിപ്രായങ്ങളിൽ ഒരു കാമ്പില്ലാതെ തോന്നുന്നത് വായിൽ വരുന്നത് എന്താണോ അല്ലെങ്കിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയിൽ നിന്നും തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു ജീവിക്കുന്ന ഒരാളാണ് അൻസിബ. അപ്പോൾ എന്റെ ആദ്യത്തെ നോമിനേഷൻ അൻസിബയാണ്. രണ്ടാമത്തെ നോമിനേഷൻ ജിൻഡോ ആണ്. ജിൻഡോ ചേട്ടൻ വന്ന സമയം തൊട്ട് പല ക്യാരക്ടേഴ്സിലേക്ക് ചേഞ്ച് ചെയ്ത് ഒന്നിലും ഒരു നില ഉറപ്പിക്കാൻ പറ്റാതെ, പ്രത്യേകിച്ച് നിലപാടുകളൊന്നും തന്നെ ഇല്ലാതെ, നാണവും ഇല്ലാതെ, വായിൽ തോന്നുന്നത് എന്തും കൊതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്തും പറഞ്ഞ് ആനാന്ന് പറയുമ്പോൾ ചേനാന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ പല മോശപ്പെട്ട രീതിയിൽ വാക്കുകളെ വളച്ചൊടിക്കുകയും ഇൻസിഡൻസിനെ പുള്ളിയുടെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് തികച്ചും ഇല്ലാത്ത രീതിയിൽ
സെൽഫായിട്ട് ചെയ്യുന്ന തെറ്റുകൾ പോലും അക്സെപ്റ്റ് ചെയ്യാതെ അതിലൊരു കുറ്റബോധവും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു. പിന്നെ ഈ ടാസ്കുകളിൽ ചെയ്യുന്ന ഒരുപാട് ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം പുള്ളിയുടെ സ്ട്രെങ്ത് പുള്ളി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, പുള്ളി തന്നെ പല അവസരങ്ങളിൽ പല തവണയായിട്ട് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താ ചെയ്തതെന്ന്, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ എന്റെ കൺട്രോൾ പോയി ബ്ലാക്ക് ഔട്ട് ആയി. അപ്പൊ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ വേറൊരാൾ ഹേർട്ട് ആവാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരാളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് തികച്ചും യോജിപ്പില്ല. അതുകൊണ്ട് എന്റെ 2 നോമിനേഷൻ വരുന്നത് അൻസിബയും ജിൻഡോയും. ജിൻഡോയോട് വരാൻ പറയും. താങ്ക് യു. പാതിരയോ പകലായി ജിൻഡോ. മുള്ളുകളോ മലരായി. ബിഗ് ബോസ്. ജിൻഡോ, നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന 2 വ്യക്തികളുടെ പേരുകളും കാരണങ്ങളും പറയുക. ഒന്ന് ഞാൻ ഓറയാണ് ചെയ്യുന്നത്. കാരണം ഓറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞായിരുന്നില്ലേ ഇപ്പൊ നമുക്ക് പറഞ്ഞത് മനസ്സിലാവില്ലെന്ന്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കും പുള്ളിക്കാരത്തി എന്താ പറയണെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ്. കാരണം നമുക്ക് പറയണ കാര്യത്തിലേക്കല്ല എത്തണം, വേറെ പല കാര്യത്തിലേക്ക് എത്തണം. അപ്പൊ ഇന്ന് തന്നെ മറ്റേ സീലൊക്കെ ചേച്ചിനെ അനാവശ്യമായിട്ട് കുറച്ച് വേർഡ്സൊക്കെ ഉപയോഗിച്ചു. ഒന്ന് നോറേനെ ഉപയോഗിക്കുന്നത്, പിന്നെ ഒന്ന് ഋഷീനാണ്. ഋഷീന് ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഋഷി ഇപ്പൊ പല വട്ടായി നമ്മളെ ഒരു ടാർഗറ്റ് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് എന്തോ ഒരു പേഴ്സണൽ വൈരാഗ്യം വെച്ച് ചെയ്യണ പോലത്തെ ഫീലാണ് ചെയ്യണം. കാരണം ഒരു ഗെയിമിൽ സംഭവിച്ചു, അത് ഞാൻ കുറേ വട്ടം സോറി ചോദിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലാവാണ്ട് പല തവണയും പുള്ളി ക്യാമറ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറ ചെന്ന് മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുക ഞാൻ ആളെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ പല അറ്റാക്ക് ചെയ്താണ്, ഇതിലും കൂടുതൽ അറ്റാക്ക് ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു അറ്റാക്ക് കൊണ്ടുണ്ട്, പല സ്ത്രീകളും അറ്റാക്ക് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അഭിഷേക് വഴിയായിട്ട്. അവരെ പേരൊന്നും പറയാണ്ട് എൻ്റെ പേര് മാത്രം എടുത്ത് പറയണത് അതെന്തോ എന്തോ ഒരു ടാർഗറ്റ് ചെയ്യണ പോലത്തെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അങ്ങനെ ഋഷിനെ കൂടി ചെയ്യണം. ജാസ്മിനോട് വരാൻ പറയും. ഓക്കെ, താങ്ക് യു. ജാസ്മിനോട് ചെല്ലാം. ജാസ്മിൻ, ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്യുന്ന 2 വ്യക്തികൾ കാരണങ്ങൾ. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന അഭിഷേകിനെയാണ്. അഭിഷേക് ഇവിടെ കുറച്ച് തമാശകൾ കാണിച്ച് നിൽക്കുന്നതായിട്ടേ തോന്നുന്നുള്ളൂ, നിലപാടുകളൊന്നുമില്ല. ഒരു നോമിനേഷനിലാണെങ്കിൽ പോലും. ജാസ്മിൻ, അഭിഷേക് നിലവിൽ നേരിട്ട് നോമിനേഷനിൽ വന്നിരിക്കുന്ന വ്യക്തിയാണ്. അതെ, സോറി ഞാൻ വിട്ടുപോയി ബിഗ് ബോസ്, സോറി. ഓക്കെ, അപ്പൊ എന്റെ ആദ്യത്തെ നോമിനേഷൻ അൻസിബയാണ്. അൻസിബ ഇപ്പോഴും ഒരു സേഫ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ഗെയിമിലോട്ട് ഇറങ്ങി കളിക്കാത്തതായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അൻസിബ. രണ്ടാമതായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നോറയാണ്. നോറ കാരണങ്ങൾ ലൈക്ക് ഒരു വിക്ടിം കാർഡ് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. സ്റ്റിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഭയങ്കര നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നില്ല ഇപ്പം ഉള്ള കണ്ടസ്റ്റൻസിൽ വെച്ച്. സോ അതുകൊണ്ട് നോറ ആൻഡ് അൻസിബ. അൻസിബയോട് വരാൻ പറയും. ഓക്കെ, അൻസിബ.
ബോസ്. അൻസിബ, നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികൾ കാരണങ്ങൾ. ആദ്യം ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ഗബ്രിയാണ്. ഗബ്രി മറ്റുള്ള മത്സരാർത്ഥികൾ മാത്രമല്ല, സഹമനുഷ്യരോട് ബേസിക് ആയിട്ട് എങ്ങനെ പെരുമാറാം എന്ന് പോലും അറിവില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു മനുഷ്യന് വേണ്ട ബേസിക് ക്വാളിറ്റിയാണ് ഒരു മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുക, മറ്റുള്ളവർക്കും വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്കും വാല്യൂ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളൊരു ബേസിക് ക്വാളിറ്റി പോലും ഗബ്രിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് ഗബ്രി ഒരിക്കലും ചിന്തിക്കാറ് പോലുമില്ല. അത് മറ്റുള്ളവരെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കുമെന്നും മറ്റുള്ളവർക്ക് അത് എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നും അങ്ങനെയുള്ള ഒരു ചിന്തയില്ല. അപ്പൊ വായിൽ നിന്ന് പല രീതിയിലുള്ള വാക്കുകളാണ് ഗബ്രിയുടെ വായിൽ നിന്നും വരുന്നത്. അത്രയും മാന്യതയില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പക്ഷാഭേദം കാണിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഗബ്രി ചെയ്തിട്ടുണ്ട്. ഗബ്രി പവർ ടീമിൽ ഒരു അംഗമായിരുന്ന സമയത്ത് പോലും ജാസ്മിൻ ചെയ്യുന്ന തെറ്റുകൾ കണ്ണടച്ച് വിടുകയും മറ്റുള്ള ആരുടെയെങ്കിലും തെറ്റുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് അയാളുടെ തെറ്റുകൾ വലുതാക്കി കാണിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ടാസ്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഫൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് ആരെങ്കിലും ഒരാളുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് എന്ന് പറഞ്ഞ് സ്വന്തം തെറ്റുകൾ അവിടെ മൂടി വെക്കുകയും മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രം വലുതാക്കി കാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗബ്രി. ഇതിലെല്ലാം ഉപരി ജനങ്ങളെ എല്ലാ കാലവും പറ്റിക്കാൻ പറ്റും, ജനങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഗബ്രിക്കുണ്ട്. അത്രയും ഓവർ കോൺഫിഡൻസും ഇത്രയും ഒരു ബേസിക് ഹ്യൂമാനിറ്റി പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ യോഗ്യനല്ല എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമായി നോമിനേറ്റ് ചെയ്യുന്നത് ഗബ്രിയാണ്. രണ്ടാമത്തെ നോമിനേഷൻ സിജോ ആണ്. സിജോ നല്ലൊരു മത്സരാർത്ഥി ആയിരുന്നു. വളരെ നല്ല രീതിയിൽ ഇവിടെ മത്സരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ടാസ്ക് വരികയാണെന്നുണ്ടെങ്കിലും സംസാരിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്, എല്ലാവരോടും മാന്യമായിട്ട് ഇടപഴകുന്ന ഒരാളാണ്. പക്ഷേ തിരിച്ചു വന്ന ശേഷം രണ്ടാമത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയ ശേഷം അദ്ദേഹം ഒരു കാട്ടുതീയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാട്ടുതീ എന്ന് പറഞ്ഞിട്ട് ഒരു തീപ്പൊരിയിൽ ആയിട്ട് പോലും എനിക്ക് അദ്ദേഹത്തെ തോന്നിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഗെയിം കളിക്കാത്തത് എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അദ്ദേഹം ഈ ഒരു നോമിനേഷനിൽ വരുന്നതോടുകൂടി വീണ്ടും അദ്ദേഹം മുന്നേ എന്തായിരുന്നു അതുപോലെ തന്നെ തിരിച്ചിവിടെ നിന്നിട്ട് ഗെയിം കളിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ രണ്ടാമത് ഞാൻ പറയുന്നത് സിജോ. സീതുവിനോട് വരാൻ പറയൂ. താങ്ക് യു ബിഗ് ബോസ്. ശ്രീതു, നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ പേരുകൾ, കാരണങ്ങൾ. ഫസ്റ്റ് വന്നിട്ട് ഗബ്രി വന്നിട്ട് സ്ട്രോങ് പ്ലെയർ ആണ്. ബട്ട് സ്റ്റിൽ വന്നിട്ട് സേഫ് ആയിട്ട് ഇത്ര വീക്ക് കളിച്ചു എന്നൊരു ഫീലിംഗ്. ബിക്കോസ് നോമിനേഷനിൽ അത്ര വന്നിട്ടില്ല, ഓൺലി ഐ തിങ്ക് 1 വീക്ക് மட்டுം വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് കുറച്ച് സേഫ് ആയിട്ട് കളിച്ച മാതിരി തോന്നുന്നുണ്ട്. സോ அதனால മേ ബി ഈ ഒരു നോമിനേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരും തോന്നുന്നു. അതുകൊണ്ട് ഫസ്റ്റ് വന്നിട്ട് ഗബ്രി. സെക്കൻഡ് വന്നിട്ട് അൻസിബ ചേച്ചിക്ക് ഇവളോ ദിവസം ആയിട്ടും വന്നിട്ട് ഗെയിം അറിയുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരെയും. സോ ഐ തിങ്ക് അറിഞ്ഞില്ലെങ്കിൽ ഇത് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയുന്നില്ല. സോ അൻസിബ ചേച്ചിയെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു. മറ്റേതൊക്കെ മക്കൾ ഡിസൈഡ് ചെയ്യട്ടെ.
ശ്രീരേഖയോട് വരാൻ പറയൂ. താങ്ക് യു ബിഗ് ബോസ്. അയ്യോ ശ്രീരേഖ ചേച്ചി. ബിഗ് ബോസ്. ശ്രീരേഖ, നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ പേരുകളും കാരണങ്ങളും പറയുക. ഞാൻ ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് ജിൻഡോയാണ് ബിഗ് ബോസ്. കാരണം ഗെയിമിന്റെ പേരിലാണെങ്കിലും പല പല നിലപാടുകൾ സ്വീകരിക്കുന്നതായിട്ടും പിന്നെ അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കി. ആസ് യൂഷ്വൽ ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട് എങ്കിൽ പോലും ചില സമയങ്ങളിൽ ഇഷ്യൂസ് ഉണ്ടാക്കുമ്പോൾ ജിൻഡോ വളരെയധികം എന്താ പറയുക, ഗെയിമിന് വേണ്ടിയിട്ട് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാനും എന്ത് വഴിയും സ്വീകരിക്കുന്ന ഒരാളാണെന്നുള്ള നിലയിൽ പെരുമാറാറുണ്ട്. സോ ജിൻഡോ, എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ജിൻഡോയാണ്. രണ്ടാമത്തെ നോമിനേഷൻ അർജുനാണ്. അർജുൻ ഒരു നല്ല ഗെയിമർ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ വീക്കാണ് എന്നെനിക്ക് തോന്നുകയാണ്. ഞാൻ ആള് നിന്ന് മുൻപ് വന്നിരുന്ന എക്സ്പെക്ട് ചെയ്തിരുന്ന ലെവലിലേക്കുള്ള ഒരു പ്രകടനം അർജുനിൽ നിന്ന് വരുന്നില്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അർജുന്റെ പേര് നോമിനേറ്റ് ചെയ്യുന്നു ബിഗ് ബോസ്. ആദ്യത്തേത് ജിൻഡോ, രണ്ടാമത്തേത് അർജുൻ. നന്ദിനിയോട് വരാൻ പറയൂ. ഓക്കെ ബിഗ് ബോസ്, താങ്ക് യു. നന്ദന, മകനെ നന്ദന, ഇരിക്കാം. താങ്ക് യു. നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ പേരുകൾ, അതിനുള്ള കാരണങ്ങൾ. ഓക്കെ, രണ്ട് വ്യക്തികൾക്കും ഒരു റീസൺ ആണ്. ഒന്ന് ജിൻഡോ, ഒന്ന് ഗബ്രി. കാരണം രണ്ടാളും അന്ന് ഒരു ഗെയിമിന്റെ ഇടയിൽ ഫൈറ്റ് ഉണ്ടായി. അപ്പോൾ ജിൻഡോ ചേട്ടൻ ഭയങ്കരമായിട്ട് മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഋഷി ചേട്ടന് ഭയങ്കരമായിട്ട് വേദനിച്ച കാരണം തിരിച്ചതുപോലെ തന്നെ ചെയ്യുമെന്ന മൈൻഡ് വെച്ചിട്ട് ഗബ്രി ചേട്ടൻ ആളെ മാന്തുകയും തലപിടിച്ച് ആളെ എന്നിട്ട് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അത് ഇതെന്നൊക്കെ. പക്ഷെ എനിക്കത് തോന്നിയില്ല. തലമുടിയൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ചു വലിക്കുകയും മാന്തു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് രണ്ടാളും ആ ഗെയിമിൽ ഭയങ്കരമായിട്ട് വാശി തീർക്കണ പോലെ തോന്നിയിട്ടുണ്ട്. ഒരു വൈരാഗ്യ ബുദ്ധിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ രണ്ടാളുടെ പേര് പറയുന്നത് ഒന്ന് ജിൻഡോയും ഒന്ന് ഗബ്രിയും. എത്രയുള്ളൂ റീസൺ ബിഗ് ബോസ്. സായിയോട് വരാൻ പറയും. ഓക്കെ, സായി ചേട്ടാ.
സായി, ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് കാരണങ്ങൾ? ഓക്കെ, ഫസ്റ്റ് റീസൺ ഋഷിയാണ്. ഫസ്റ്റ് റീസൺ പല ഫൈറ്റ്സ് ഇനീഷ്യേറ്റ് ആവുമ്പോഴും സംസാരങ്ങൾ തുടങ്ങുമ്പോൾ വളരെ ഇമ്മച്ചുവർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് ആയിട്ട് തോന്നി. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സെൽഫായിട്ടും. ബാക്കിയുള്ളവരും പറയുന്നത് കേൾക്കാതെ ആ ബോർഡർ വിട്ട് വീണ്ടും പോകുന്നുണ്ട്. ഇപ്പോഴാണ് ആ ഒരു ക്യാരക്ടർ പുറത്തു വന്ന് തുടങ്ങിയത്.